നമസ്കാരം. സർക്കാരിനെ തറപറ്റിച്ച് പോലീസ് മേധാവിയായി തിരിച്ചെത്തിയ സെൻകുമാറിന് ഇരിക്കപ്പുറതി കൊടുക്കാതെ പിണറായി വിജയൻ. പോലീസ് മേധാവിയായി തിരിച്ചെത്തും മുൻപ് തന്നെ സെൻകുമാറിനായി തച്ചങ്കരി ക്യാപ്റ്റനായി നിരീക്ഷണ ടീമിനെ സജ്ജമാക്കിയിരുന്നു സർക്കാർ. കോടതിയിൽ സർക്കാരിനായിരുന്നു തിരിച്ചടിയെങ്കിൽ പോലീസ് ഭരണത്തിൽ സെൻകുമാർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല. ടി ബ്രാഞ്ചിലെ ജൂനിയർ സൂപ്രണ്ടിനെ മാറ്റിയതിൽ പോലും സർക്കാർ ഇടപെട്ടു. ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കട്ടെ എന്ന പിണറായിയുടെ കടുംപിടുത്തത്തിൽ സെൻകുമാറിന്റെ ഉത്തരവ് ചവറ്റുകൊട്ടയിലായി. പോലീസ് ആക്ടും സുപ്രീം കോടതി ഉത്തരവും ബലമാക്കി തിരിച്ചെത്തിയ സെൻകുമാറിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചുവച്ചിരിക്കുകയാണ്. നൽകിയത് കസേര മാത്രമാണെന്ന സന്ദേശം സെൻകുമാറിന് നൽകുന്നു. പോലീസ് മേധാവിയും സർക്കാരും തമ്മിലുള്ള കള്ളനും പോലീസും കളിയിൽ കുത്തഴിഞ്ഞ് നാനാവിധമായിരിക്കുന്നു ക്രമസമാധാന പാലനം. 1.5 മാസം കൂടി ഇതേ കളി ജനം സഹിക്കേണ്ടി വരുമോ? പോലീസ് ഭരണത്തിൽ സെൻകുമാറിന്റെ ആദ്യ ഉത്തരവ് തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇവയാണ്. പോലീസ് ആസ്ഥാനത്തെ അധികാര തർക്കം സർക്കാരിന് കളങ്കമാവുകയല്ലേ? പോലീസ് ഭരണത്തിലെ അഴിച്ചുപണിയിൽ സെൻകുമാർ കാട്ടിയത് അമിതാവേശമോ? സെൻകുമാറിന് കൂച്ചുവിലങ്ങിടുന്നതിൽ മുഖ്യമന്ത്രിയുടെ വിജയമല്ലേ ഇന്ന് കണ്ടത്? പോലീസ് മേധാവി പാവ മാത്രമാണെന്ന സന്ദേശമാണോ സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? അനീതിക്കെതിരെ നിയമയുദ്ധം നടത്തിയ സെൻകുമാർ കീഴ് ജീവനക്കാർക്ക് അതേ നീതി നിഷേധിക്കുകയാണോ? സെൻകുമാറിനെ മറികടന്ന് പോലീസ് ഭരണത്തിൽ തച്ചങ്കരി പിടിമുറുക്കുകയാണോ? സൂപ്പർ പ്രൈം ടൈമിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ BJP നേതാവ് MT രമേശ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ, മുൻ MLA TN പ്രതാപൻ എന്നിവർ ചേരുകയാണ്. ഒപ്പം ഇടത് MLA ആയ കാരാട്ട് റസാഖ് ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. സർക്കാരും പോലീസ് മേധാവിയും തമ്മിലുള്ള കള്ളനും പോലീസും കളി പോലീസ് ഭരണത്തിൽ തീരാ കളങ്കമാവുകയല്ലേ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.